എല്ലാവർക്കും നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ കാർട്ടൂണിസ്റ്റും പോപ്പ് സംഗീതത്തിന്റെ കിരീടം വെക്കാത്ത രാജാവും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെയൊരു അപ്രതീക്ഷിതവും വളരെ ഹൃദയസ്പർശിയുമായ ഒരു കൂടിക്കാഴ്ചയുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കഥാനായകന്മാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഒരു വശത്ത് മഷികൊണ്ട് മായജാലം തീർക്കുന്ന ജോസഫ് ബാർബറ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടോം ആൻഡ് ജെറിയുടെ സൃഷ്ടാവ്. മറുവശത്തോ സംഗീതം കൊണ്ട് ലോകത്തെ കീഴടക്കിയ മൈക്കൽ ജാക്സൺ, ദ കിങ് ഓഫ് പോപ്പ്. ഇവരുടെ ലോകങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നാമല്ലേ? പക്ഷേ വിധി അവരെ ഒരുമിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, അതും വളരെ അപ്രതീക്ഷിതമായിട്ട്. അതെ, മഷി സംഗീതത്തെ കണ്ടുമുട്ടിയ ആ നിമിഷം, ആ അസാധാരണമായ കൂടിക്കാഴ്ചയുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെയെല്ലാം കുട്ടിക്കാലത്തിന് നിറം പകർന്ന കാർട്ടൂണുകളുടെ പിന്നിലെ ആൾ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു സംഗീത ഇതിഹാസത്തെ കണ്ടുമുട്ടുന്നത്? നമുക്ക് നോക്കാം. ഈ കഥ തുടങ്ങുന്നത് 1992 കേട്ടോ. ജോസഫ് ബാർബേറ അന്ന് ടോം ആൻഡ് ജെറി സിനിമയുടെ വലിയ തിരക്കിലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരുന്നു. അപ്പുറത്ത് സംസാരിക്കുന്നത് ആരാണെന്നോ? സാക്ഷാൽ മൈക്കൽ ജാക്സൺ. ജാക്സൺ വെറുമൊരു സംഗീതജ്ഞനല്ലായിരുന്നു, അദ്ദേഹം കാർട്ടൂണുകളുടെ ഒരു വലിയ ആരാധകൻ കൂടിയായിരുന്നു. ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാനാണ് അദ്ദേഹം വിളിച്ചത്. മൈക്കൽ ജാക്സൺ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ബാർബേറയുടെ മനസ്സിൽ ലഡു പൊട്ടി. ഇതൊരു സുവർണ അവസരമാണ്. ടോം ആൻഡ് ജെറി സിനിമയ്ക്ക് വേണ്ടി കിങ് ഓഫ് പോപ്പിനെ കൊണ്ടൊരു പാട്ട് പാടിച്ചാലോ? അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിന്ത. പക്ഷേ ആ കൂടിക്കാഴ്ച വെറുമൊരു ബിസിനസ് മീറ്റിംഗിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. അതതിനേക്കാൾ എത്രയോ വലുതും വ്യക്തിപരവുമായിരുന്നു. അപ്പോ ആ അപ്രതീക്ഷിത കോളിന് ശേഷം എന്ത് സംഭവിച്ചു? പോപ്പ് സംഗീതത്തിന്റെ രാജാവ് കാർട്ടൂണുകളുടെ മാന്ത്രികനെ കാണാൻ പോവുകയാണ്. അവരുടെ ആ ആദ്യത്തെ കൂടിക്കാഴ്ച എത്രത്തോളം രസകരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ് ജാക്സന്റെ വിൽഷെയർ ബൊലിവാർഡിലുള്ള അപ്പാർട്ട്മെന്റിൽ വെച്ച്. ജാക്സന്റെ ആദ്യത്തെ ചോദ്യം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ആകാംക്ഷ. അദ്ദേഹം ചോദിച്ചു, ഈ ടോം ആൻഡ് ജെറി മുഴുവൻ ശരിക്കും നിങ്ങൾ എഴുതിയതാണോ? അതിന് ബാർബറയുടെ മറുപടി വളരെ സിമ്പിളായിരുന്നു. അല്ല, ഞാൻ എഴുതുകയല്ല, വരയ്ക്കുകയായിരുന്നു എന്ന്. ആ ഒരു ഒറ്റ മറുപടിയിലെല്ലാം ഉണ്ടല്ലേ? ജാക്സന്റെ ആവേശം കണ്ടപ്പോൾ ബാർബറയ്ക്കൊരു ഐഡിയ തോന്നി. വെറുതെ പറയുന്നതിനേക്കാൾ നല്ലത് കാണിച്ചു കൊടുക്കുന്നതല്ലേ? ആ കാർട്ടൂൺ മാന്ത്രിക വിദ്യയുടെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ. അത് കേട്ടതും ജാക്സൺ ഓടിപ്പോയി ഒരു പാഡും മാർക്കറും എടുത്തുകൊണ്ടുവന്നു, ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ. ബാർബറ വരയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബൗളിംഗ് ആലി കാറ്റ് എന്ന എപ്പിസോഡിലെ ഒരു രംഗം. ബാർബറ വരയ്ക്കുമ്പോൾ ജാക്സൺ തോളിലൂടെ എത്തിനോക്കി പതിയെ പറയുന്നുണ്ടായിരുന്നു, വാവ്, ലോകം കണ്ട ഏറ്റവും വലിയ എന്റർടൈനർ മറ്റൊരു കലാകാരന്റെ സൃഷ്ടി കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. ശരിക്കും അവിശ്വസനീയമല്ലേ? 5ാമത്തെ ചിത്രം വരച്ചപ്പോഴേക്കും ബാർബറ നിർത്തി. ആ വരയൊക്കെ കഴിഞ്ഞു, ഇനി അടുത്തത് ഒരു ചെറിയ ഓട്ടോഗ്രാഫ് ചോദിച്ചതാണ്. പക്ഷേ ആ സംഭവം ഈ കഥയുടെ ഏറ്റവും വൈകാരികമായൊരു നിമിഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ബാർബറ ജാക്സന്റെയും അദ്ദേഹത്തിന്റെ അനന്തരവള നിക്കോളിന്റെയും ഒരു പോസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഓട്ടോഗ്രാഫ് ചോദിച്ചു. ജാക്സൺ സമ്മതിച്ചു. പോസ്റ്റർ വാങ്ങി എഴുതാൻ തുടങ്ങി. പിന്നെയും എഴുതി. എഴുത്ത് തീരുന്നേയില്ല. ജാക്സന്റെ എഴുത്ത് കണ്ട് സഹികെട്ട് ബാർബറ തമാശയായി ചോദിച്ചു, എന്താ ഇത്, ഗെറ്റിസ്ബർഗ് പ്രസംഗം വല്ലതും എഴുതുകയാണോ എന്ന്. അപ്പോ എന്താണ് ഈ ഗെറ്റിസ്ബർഗ് പ്രസംഗം? അത് 1863 എബ്രഹാം ലിങ്കൺ നടത്തിയ വളരെ പ്രശസ്തവും നീണ്ടതുമായ ഒരു പ്രസംഗമാണ്. അപ്പോ അത്രയും നീണ്ട എഴുത്തായിരുന്നു ജാക്സന്റേത് എന്ന ബോധത്താനാണ് ബാർബറ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ബാർബറ തമാശ പറഞ്ഞതാണെങ്കിലും ജാക്സൺ എഴുതിയത് വെറും ഒരു കുറിപ്പായിരുന്നില്ല, അതൊരു ഹൃദയത്തിൽ നിന്നുള്ള സന്ദേശമായിരുന്നു. ബാർബറയുടെ കാർട്ടൂണുകൾ അദ്ദേഹത്തിന് എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ചില വരികൾ. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയായിരുന്നു: എന്റെ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും ഹീറോയ്ക്ക്. കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് കാർട്ടൂൺ കൂട്ടുകാരെ തന്നതിന് നന്ദി. ശരിക്കും എനിക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകം ആരാധിക്കുന്ന മൈക്കിൾ ജാക്സൺ പറയുകയാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാർ ടോമും ജെറിയുമൊക്കെ ആയിരുന്നു എന്ന്. അത് വെറും കാർട്ടൂൺ ആയിരുന്നില്ല, അദ്ദേഹത്തിന് അതൊരു ലോകമായിരുന്നു. അപ്പോ ഇത്രയും വൈകാരികമായ ഒരു കൂടിക്കാഴ്ച നടന്നു. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, ഇവരൊരുമിച്ചൊരു ഗംഭീര പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്തായിരുന്നു ആ മീറ്റിംഗിന്റെ യഥാർത്ഥ ഫലം? പക്ഷെ സത്യം അതായിരുന്നില്ല. ആ പ്രോജക്റ്റ് ഒരിക്കലും നടന്നില്ല. നിർമ്മാണ കമ്പനിയിലെ എക്സിക്യൂട്ടീവുകൾക്ക് മൈക്കിൾ ജാക്സണുമായി ഒരു ഡീൽ ചെയ്യാൻ വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഔദ്യോഗികമായി ആ കൂടിക്കാഴ്ചയ്ക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല. എന്നാൽ
ജോസഫ് ബാർബേരയെ സംബന്ധിച്ച് ആ ബിസിനസ് നടന്നോ ഇല്ലയോ എന്നതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. അദ്ദേഹം പിന്നീട് പറഞ്ഞതിങ്ങനെയാണ്: എന്തൊക്കെയായാലും അദ്ദേഹവുമായുള്ള എന്റെ കൂടിക്കാഴ്ചകൾ എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരുന്നു എന്ന്. ശരിക്കും ആ പ്രൊഫഷണൽ ഡീലിനേക്കാൾ വലുത് അവർക്കിടയിലുണ്ടായ ആ ഒരു കണക്ഷനായിരുന്നു. അതുതന്നെയായിരുന്നു ഏറ്റവും പ്രധാനവും. അപ്പോ ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? 1. കലയ്ക്ക് നമ്മളെ ആശ്വസിപ്പിക്കാനും നമുക്ക് കൂട്ടുതരാനും കഴിയും. 2. എത്ര വലിയ ഇതിഹാസമായാലും അവർക്കുമുണ്ടാകും നമ്മളെപ്പോലെ ഹീറോകൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിലപ്പോ ഒരു ബിസിനസ് ഡീലിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ടതാണ് ഒരു മനുഷ്യബന്ധം. തീർത്തും വ്യത്യസ്തമായ ലോകങ്ങളിൽ ജീവിക്കുന്നവരെപ്പോലും ഒരുമിപ്പിക്കാൻ കലയ്ക്ക് കഴിയുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം. മൈക്കിൾ ജാക്സന് ടോമും ജെറിയുമായിരുന്നു കൂട്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ആശ്വാസം നൽകിയ നിങ്ങളുടെ കൂട്ടുകാരായിരുന്ന കഥകളോ പാട്ടുകളോ കഥാപാത്രങ്ങളോ ഏതായിരുന്നു? ഒന്ന് ഓർത്തു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.